നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ് തൃക്കരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. CPM പ്രവർത്തകന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് CPIM കാസർഗോഡ് ജില്ലയിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. പെരുമ്പയിൽ നടന്ന പൊതുദർശനത്തിൽ നിരവധി പേർ അന്ത്യോപചാരം അർപ്പിച്ചു. പൊട്ടിപ്പൊളിഞ്ഞ് കാങ്കോൽ ചീമേനി റോഡ്. അറ്റകുറ്റപ്പണിക്ക് പോലും തയ്യാറാകാത്ത അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധം ശക്തം. അയ്യങ്കാളിയുടെ 153-ാം ജന്മദിനാഘോഷം മാടായി മണ്ഡലം ദളിത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളോടെ നടന്നു. കല്ലിടിൽ കുഞ്ഞിരാമ പൊതുവാൾ മെമ്മോറിയൽ ഉത്തരമേഖലാ ദ്വിദിന ഓപ്പൺ ചെസ് മത്സരത്തിന് പയ്യന്നൂരിൽ തുടക്കമായി. തൃക്കരിപ്പൂർ നടക്കാവ് സായി പ്രേമകുടീരത്തിലേക്കുള്ള വഴിയുടെ പ്രശ്നത്തിൽ പരിഹാരം കാണുന്നതിനായി വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് കാസർഗോഡ് DCC വൈസ് പ്രസിഡന്റ് PK ഫൈസൽ. വാർത്തകൾ വിശദമായി. CPM പ്രവർത്തകൻ കോടോംബെള്ളൂരിലെ C. നാരായണന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് CPM കാസർഗോഡ് ജില്ലയിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ തൃക്കരിപ്പൂരിൽ പൂർണ്ണം. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയായിരുന്നു ഹർത്താൽ. CPM പ്രവർത്തകനായ C. നാരായണനെ വെട്ടിക്കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ചാണ് CPMന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലയിൽ ഹർത്താൽ ആചരിച്ചത്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയായിരുന്നു ഹർത്താൽ. തൃക്കരിപ്പൂർ മേഖലയിലും ഹർത്താൽ പൂർണ്ണമായിരുന്നു. ഓണത്തിന് തൊട്ടടുത്ത ദിവസം തന്നെ ഹർത്താൽ കൂടി വന്നത് ജനജീവിതത്തെ സാരമായി ബാധിച്ചു. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. അപൂർവം സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. ഹർത്താലിന്റെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രകടനവും നടന്നു. ദേശീയപാതയിൽ കരിവള്ളൂർ വരെയാണ് വാഹനങ്ങൾ സർവീസ് നടത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കാസർഗോഡ് കുത്തേറ്റു മരിച്ച CPM പ്രവർത്തകൻ C. നാരായണന്റെ മൃതദേഹം പെരുമ്പയിൽ പൊതുദർശനത്തിന് വെച്ചു. CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദനനടക്കം നിരവധി പേർ മൃതദേഹത്തിൽ അന്ത്യോപചാരം അർപ്പിച്ചു. വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് കാസർഗോഡ് കോടോംബെള്ളൂർ കായക്കുന്നിലെ CPM പ്രവർത്തകനായ C. നാരായണൻ കുത്തേറ്റു മരിച്ചത്. മൃതദേഹം ആദ്യം നീലേശ്വരം തേജസ്വിനി ആശുപത്രിയിലും തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജിലും എത്തിച്ചു. പരിയാരത്ത് നിന്ന് പ്രത്യേകം സജ്ജമാക്കിയ വാഹനത്തിൽ വിലാപയാത്രയായി ജന്മനാട്ടിലേക്ക് കൊണ്ടുപോകും വഴിയാണ് പെരുമ്പ ടാക്സി സ്റ്റാൻഡിന് സമീപം മൃതദേഹം പൊതുദർശനത്തിന് വച്ചത്. നേതാക്കളായ CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദനൻ, GD നായർ, K. രാഘവൻ, AV രഞ്ജിത്ത് തുടങ്ങി നിരവധി പേർ മൃതദേഹത്തിൽ അന്ത്യോപചാരം അർപ്പിച്ചു. മൃതദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാൻ നിരവധി പേരാണ് പെരുമ്പ ടാക്സി സ്റ്റാൻഡിന് സമീപം എത്തിയത്. അയ്യങ്കാളിയുടെ 153-ാം ജന്മദിനാഘോഷം മാടായി മണ്ഡലം ദളിത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. പഴയങ്ങാടിയിൽ നടന്ന പരിപാടി ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അജിത് മാട്ടൂൽ ഉദ്ഘാടനം ചെയ്തു. നവോത്ഥാന ചരിത്രത്തിലെ ദളിത് സമൂഹം മറക്കാൻ പറ്റാത്ത 2 ദീപസ്തംഭങ്ങളാണ്. ഒന്ന് ഇന്ത്യൻ ഭരണഘടനാ ശില്പിയും അധസ്ഥിതരുടെ പുരോഗമനം ലക്ഷ്യമാക്കി അയ്യങ്കാളി നടത്തിയ പ്രവർത്തനങ്ങളിലൂടെയായിരുന്നു ഇന്ന് അവർക്ക് സമൂഹത്തിന് മുൻപിൽ നിവർന്നു നിൽക്കാൻ പ്രാപ്തരാക്കിയത് എന്നും പരിപാടി ഉദ്ഘാടനം ചെയ്ത് ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അജിത് മാട്ടൂൽ പറഞ്ഞു. സുനിൽ ഇട്ടമ്മൽ അധ്യക്ഷനായി. കക്കോപ്രവൻ മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി. K. കുമാരൻ, റഷീദ് മുട്ടം, സജി നാരായണൻ, നെരിച്ചൻ ബാലകൃഷ്ണൻ, T. രമേശൻ, അയ്യപ്പൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കാങ്കോൽ ചീമേനി റോഡിന്റെ അവസ്ഥ അതീവ ഗുരുതരം. കുണ്ടും കുഴിയും നിറഞ്ഞ ഈ റോഡിൽ ടാറിംഗ് തന്നെ കാണാനില്ല. കാങ്കോൽ ചീമേനി റോഡ് റീടാർ ചെയ്തിട്ട് വർഷങ്ങളായി. പാച്ച് വർക്ക് പോലും ശരിയായ രീതിയിൽ നടത്താത്ത ഏക റോഡ് ഒരുപക്ഷെ ഇതുമാത്രമായിരിക്കും. വീതി കൂട്ടി ടാർ ചെയ്യാൻ 1 കോടി രൂപ പാസായി എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. 10 കിലോമീറ്റർ വരുന്ന ഈ റോഡിൽ പൊട്ടിപ്പൊളിയാത്തതായി ഒരു സ്ഥലവും ബാക്കിയില്ല. കുണ്ടും കുഴിയും ചരലും വെള്ളക്കെട്ടും കൊണ്ട് അതീവ ഗുരുതരാവസ്ഥയിലാണ് ഈ പാത. ദിവസേന നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ റോഡിന്റെ
ദുരവസ്ഥ അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ചീമേനി, പള്ളിപ്പാറ, പൊതാവൂർ, കാക്കടവ് തുടങ്ങി നിരവധി സ്ഥലങ്ങളിലേക്ക് പോകേണ്ടവർ ആശ്രയിക്കുന്നത് ഈ റോഡിനെയാണ്. നടുവൊടിയാതെ ആർക്കും തന്നെ ഈ റോഡിൽ കൂടി സഞ്ചരിക്കുവാൻ കഴിയില്ല. KSRTC ബസ്സുകൾ മാത്രം സർവീസ് നടത്തുന്ന റൂട്ടാണിത്. അതുകൊണ്ട് ബസ്സുകൾ സർവീസ് നിർത്തുന്നില്ല എന്നു മാത്രം. ഈ റോഡിന്റെ ശോചനീയാവസ്ഥ മാറ്റണമെന്ന നാട്ടുകാരുടെ മുറവിളിക്ക് വർഷങ്ങളോളം തന്നെ പഴക്കമുണ്ട്. ഈ റോഡിന്റെ ദുരവസ്ഥ മാറ്റാൻ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഉപരോധവും നടത്തിയിരുന്നു. നാൾ ചെല്ലുംതോറും റോഡിന്റെ ശോചനീയ സ്ഥിതി വഷളാവുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ അധികൃതരുടെ ശ്രദ്ധ ഈ വഴിക്ക് തിരിഞ്ഞ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. തൃക്കരിപ്പൂർ നടക്കാവ് സായി പ്രേമകുടീരത്തിലേക്കുള്ള വഴിയുടെ പ്രശ്നത്തിൽ പരിഹാരം കാണുന്നതിനായി വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് കാസർകോട് DCC വൈസ് പ്രസിഡന്റ് PK ഫൈസൽ. സായി പ്രേമകുടീരത്തിലെ അന്തേവാസികൾക്ക് ഓണക്കോടി വിതരണം ചെയ്ത് നെറ്റ്വർക്ക് ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു ഓട്ടോറിക്ഷ പോലും കടന്നുവരാത്ത വിധം ഇടുങ്ങിയതാണ് നടക്കാവ് സായി മന്ദിരത്തിലേക്കുള്ള വഴി. ഓണാഘോഷ ഭാഗമായി മന്ദിരത്തിലെത്തിയ അന്തേവാസികൾക്ക് ഓണക്കോടി നൽകാൻ എത്തിയപ്പോഴാണ് DCC വൈസ് പ്രസിഡന്റ് PK ഫൈസൽ പ്രശ്നം നേരിട്ടറിയുന്നത്. തുടർന്ന് പ്രശ്നം പരിഹരിക്കാൻ മന്ത്രിതലത്തിൽ തന്നെ വേണ്ട ഇടപെടൽ നടത്തുമെന്നും കാസർഗോഡ് DCC വൈസ് പ്രസിഡന്റ് PK ഫൈസൽ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. ഈ സായി സെൻറ്ററിലേക്ക് വരുന്ന വഴി എന്ന് പറയുന്നത് വളരെ ദുർഘടമുള്ളൊരു വഴിയാണ്. സ്വാഭാവികമായും ഈ സായി സെൻറ്ററിലേക്ക് ഒരു വാഹനം ഇവിടെ വരുവാനും ഈ വളരെ മാനസികമായി വളരെയേറെ പ്രയാസത്തോട് കൂടി കഴിയുന്ന പ്രത്യേകിച്ച് ഈ അമ്മമാർക്ക് അവരുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ പുറത്തു കൊണ്ടുപോകുന്നതിനുള്ള ഒരു വാഹനം ഇവിടെ വരുന്നതിന് വേണ്ടിയുള്ള ആ വഴിയുടെ പ്രശ്നം അത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി എത്രയും പെട്ടെന്ന് ആ പ്രശ്നത്തിന് പരിഹാരം കാണുന്ന ഒരു നടപടി ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അതിൻ്റെ മുൻപന്തിയിലുണ്ടാവുമെന്നും അതിനുവേണ്ടി തീവ്ര ശ്രമം ഉണ്ടാകണമെന്നും ഈ തരുണത്തിൽ ഞാൻ ഉറപ്പു നൽകുകയാണ്. കല്ലിടിൽ കുഞ്ഞിരാമ പൊതുവാൾ മെമ്മോറിയൽ ഉത്തരമേഖല ദ്വിദിന ഓപ്പൺ ചെസ് മത്സരത്തിന് പയ്യന്നൂരിൽ തുടക്കമായി. ചെസ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഗംഗാധരൻ മേലെടുത്ത് ഉദ്ഘാടനം ചെയ്തു. വെർച്വൽ ചെസ് ടെക്നോളജി കണ്ണൂർ ജില്ലാ ചെസ് അസോസിയേഷന്റെയും ചെസ് കുടുംബത്തിന്റെയും കൂട്ടായ്മയോടെ കല്ലിടിൽ കുഞ്ഞിരാമ പൊതുവാൾ സ്മാരക ട്രോഫിക്ക് വേണ്ടിയുള്ള രണ്ടാമത് ചെസ് മത്സരം കണ്ടോത്ത് നെസ്റ്റ് കോളേജിൽ വെച്ച് നടന്നു. സീനിയർ, ജൂനിയർ വിഭാഗങ്ങളിൽ വേറിട്ട മത്സരങ്ങൾ നടന്നു. മത്സരത്തിന്റെ ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ ചെസ് അസോസിയേഷൻ പ്രസിഡന്റ് ഗംഗാധരൻ മേലെടുത്ത് നിർവഹിച്ചു. ചെസ് അസോസിയേഷൻ സെക്രട്ടറി BV ബൽറാം അധ്യക്ഷനായി. കോഓപ്പറേറ്റീവ് ബാങ്ക് ചീഫ് മാനേജർ KP ശ്രീധരൻ സ്വാഗതം പറഞ്ഞു. KP മാണിക്യം, V ശിവസ്വാമി, പ്രസന്ന ശിവസ്വാമി, P കരുണൻ എന്നിവർ പ്രസംഗിച്ചു. കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്ത് ഓഫീസായ ഈസ്റ്റ് എളേരി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം പഞ്ചായത്ത് പ്രസിഡന്റ് ഓഗസ്റ്റ് 31 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ജെയിംസ് പന്തമാക്കൽ നിർവഹിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. 3 കോടി രൂപ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രിയെ കൊണ്ട് ചെയ്യിക്കാനായിരുന്നു തീരുമാനം. എന്നാൽ കോൺഗ്രസിലെ ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് പ്രസിഡന്റിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. അതുകൊണ്ട് പുറത്താക്കപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് പാർട്ടി വിരുദ്ധമാണെന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി മറ്റ് നേതാക്കളും പങ്കെടുക്കാതിരിക്കുന്നത്. തുടർന്ന് നടത്തിയ വിശാലമായ സംഘാടക സമിതി യോഗത്തിൽ വെച്ചാണ് പ്രസിഡന്റ് തന്നെ ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനമായത്. 5000-ഓളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഉദ്ഘാടന ചടങ്ങ് മഹാസംഭവമാക്കി തീർക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞതായി സംഘാടക സമിതി ചെയർമാൻ TM ജോസ് തയ്യിൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മേരിക്കുട്ടി ജെയിംസ്, ജെസി ടോം, സണ്ണി കൊയ്ത്തുരുത്തൽ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ചെറുതാഴം മൂലയിൽ കർഷക സംഘത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള പച്ചക്കറി കൃഷി ശ്രദ്ധേയമാകുന്നു. വൈവിധ്യങ്ങളായ നിരവധി പച്ചക്കറികളാണ് 1.5 ഏക്കറോളം സ്ഥലത്ത് സംഘത്തിന്റെ നേതൃത്വത്തിൽ കൃഷി ചെയ്തു വരുന്നത്. പാട്ടത്തിനെടുത്ത 1.5 ഏക്കർ സ്ഥലത്താണ് കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി നടത്തിവരുന്നത്. മത്തൻ, വഴുതിന, മുളക്, വെണ്ട തുടങ്ങി വൈവിധ്യങ്ങളായ പച്ചക്കറികൾ ഇവിടെ കൃഷി ചെയ്തു വരുന്നുണ്ട്. ജൈവവളം മാത്രം ഉപയോഗിച്ച് തികച്ചും ജൈവ കാർഷിക രീതിയാണ് ഇവർ നടപ്പിലാക്കി വരുന്നത്. കർഷക സംഘം വില്ലേജ് സെക്രട്ടറി PP ബാലൻ മാസ്റ്റർ, CPIM ലോക്കൽ സെക്രട്ടറി CM രവി എന്നിവർ സംഘാംഗങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി വരുന്നു. സ്വാശ്രയ സംഘം പ്രസിഡന്റ് K റോഷ്നി, സെക്രട്ടറി PP ജയൻ, കർഷക സംഘം മൂലേൽ യൂണിറ്റ് സെക്രട്ടറി ശ്രീനിവാസൻ, K പ്രദീപൻ, PV വത്സല, P വനജ, നിഷി, ഗൗരി, വത്സല, കമല,
PC സുരേഷ് തുടങ്ങി 12ഓളം പേരടങ്ങുന്ന സംഘമാണ് പച്ചക്കറി കൃഷി നടത്തിവരുന്നത്. അവരവർക്ക് ഉപയോഗിക്കുന്നതിന് ബാക്കി നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന രീതിയിലേക്ക് പച്ചക്കറി പരമാവധി മെച്ചപ്പെടുത്തി അതിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ പൂർണ്ണമായും ജൈവ പച്ചക്കറിയാണ്. ഇതിൽ മറ്റൊരു രാസവളങ്ങളൊന്നും ചേർത്തില്ല. മറ്റ് ജൈവ പച്ചക്കറി കൃഷിക്ക് ആവശ്യമായ വളങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കീടനാശിനികളുമാണ്. ഇത്തവണ പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ കൃഷി കൂടുതൽ വ്യാപിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘാംഗങ്ങൾ. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ചാൾസ് ഡാർവിന്റെ പിൻതലമുറക്കാരൻ പയ്യന്നൂരിൽ ഗവേഷകനും ഗ്രന്ഥകാരനും സംഗീതജ്ഞനുമായ ഫെലിക്കിസ് പാഡലാണ് പയ്യന്നൂർ ഒരു സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയത്. അതുപോലെ ഈ സയൻസിനെ കുറിച്ച് സയൻസിന്റെ ശരിക്കും ഒരു മോഡേൺ സയൻസിനകത്തുള്ള ഒരു മാർക്കറ്റിന്റെ ഒരു 20 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ നരവംശാസ്ത്ര അധ്യാപകനായി പ്രവർത്തിച്ചു വരികയാണ്. ഇന്ത്യയിലെ വടക്കു കിഴക്കൻ മേഖലകളായ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ആദിവാസികളെ കുറിച്ച് പഠനം നടത്തിയിരുന്നു. ഇതിനകം ധാരാളം ഗവേഷണ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. സംഗീതത്തിൽ വായ്പാട്ട്, വയലിനിൽ ആഴത്തിലറിവുള്ള ഗാനങ്ങൾ social evolutionist theory that actually there is not only one way of development, there is many different ways of development, and the tribal society represents in many ways a very highly developed society. Well, industrialization is just one path of development that now it is tending to cut off the other paths of development. So സാമൂഹിക സംഘടനകളുടെ എല്ലാ പരിപാടികളിലും ഫെലിക്സ് നിറസാന്നിധ്യമാണ്. കുഞ്ഞിമംഗലം തൃപ്പാണിക്കര വലിയകുളം ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. മുതിർന്നവരും കുട്ടികളുമടക്കം നിരവധി പേർ പങ്കാളികളായി. വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടന്ന തൃപ്പാണിക്കര വലിയകുളം ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. ഒരു കാലത്ത് പ്രദേശത്തെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന കുളം കാലപ്പഴക്കത്താൽ ഉപയോഗശൂന്യമായി മാറുകയായിരുന്നു. കുളം ശുചീകരിച്ച് ഉപയോഗയോഗ്യമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ശുചീകരണ പ്രവൃത്തി നടത്തിയത്. മുതിർന്നവരും കുട്ടികളുമടക്കം നിരവധി പേർ ശുചീകരണത്തിൽ പങ്കാളികളായി. നാട്ടിൽ അന്യം നിന്ന് പോകുന്ന കൂട്ടായ്മകൾ പുനരുജ്ജീവിപ്പിക്കാൻ ഇത്തരത്തിലുള്ള പരിശ്രമങ്ങൾക്ക് സാധിക്കുമെന്നും പ്രവർത്തകർ പറയുന്നു. പയ്യന്നൂർ കേളോത്തെ മരിയോ ക്രാഫ്റ്റ് വർക്ക് എക്സ്പീരിയൻസിൽ കുട്ടികൾക്കായി പ്രവൃത്തി പരിചയ ശില്പശാല സംഘടിപ്പിച്ചു. അവധിക്കാലത്ത് കുട്ടികൾക്ക് പാഠ്യേതര വിഷയങ്ങളിൽ നൂതന രീതികൾ പരിചയപ്പെടുത്തിക്കൊണ്ട് LP, UP, ഹൈസ്കൂൾ, +2 വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ശില്പശാല സംഘടിപ്പിച്ചത്. സ്റ്റഫ് ടോയ്സ്, പാവനിർമ്മാണം, വസ്ത്രനിർമ്മാണം, മെറ്റൽ എൻഗ്രേവിംഗ്, ത്രെഡ് പാറ്റേൺ, ക്ലേ മോഡലിംഗ്, ഓയിൽ പെയിന്റിംഗ് എന്നിവയിലാണ് പരിശീലനം നൽകി വരുന്നത്. കുട്ടികളിൽ ഇത് വലിയ താല്പര്യമുണ്ടെന്നാണ് സംഘാടകർ പറയുന്നത്. കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ പരിശീലനവും ഇവിടെ നൽകി വരുന്നുണ്ട്. സ്റ്റഫ്ഡ് ടോയ്സ്, ഡോൾ മേക്കിംഗ്, ത്രെഡ് പാറ്റേൺ, ഓയിൽ പെയിൻറ്റിങ്, ക്ലേ മോഡലിംഗ്, ഇങ്ങനെയുള്ള നിരവധി മെറ്റൽ എൻഗ്രേവിംഗ്, ഇങ്ങനെയുള്ള നിരവധി തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ് നമ്മളിവിടുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി നാട്ടുപച്ച. ഹിന്ദുക്കളുടെ വിശുദ്ധ സസ്യമായ തുളസി അപൂർവ ഔഷധങ്ങളുടെ കലവറ കൂടിയാണ്. രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ശ്വാസകോശ രോഗങ്ങൾ കുറക്കാനും ഇതിന് കഴിവുണ്ട്. വളരെ സുപരിചിതവും ഹിന്ദുക്കൾക്ക് പാവനവുമായ ഒരു സസ്യമാണ് തുളസി. കറുത്ത തുളസിക്ക് കൃഷ്ണതുളസി എന്നും വെളുത്ത തുളസിക്ക് രാമതുളസി എന്നും പേർ നൽകിയിരിക്കുന്നു. ഇതിൽ കൃഷ്ണതുളസിക്കാണ് ഔഷധഗുണം കൂടുതലുള്ളത്. ലാമിയേസി കുടുംബത്തിൽപ്പെട്ട ഇതിന്റെ ശാസ്ത്രനാമം ഒസിമം ടെനിഫ്ലോറം എന്നാണ്. പനി, ഹൃദ്രോഗം, ശ്വാസകാസരോഗങ്ങൾ ഇവ ശമിപ്പിക്കുന്നു. ഉദരകൃമിയെ നശിപ്പിക്കുന്നു, രുചി വർദ്ധിപ്പിക്കുന്നു. തേൾവിഷം, ചിലന്തിവിഷം, പാമ്പുവിഷം എന്നിവയ്ക്കെതിരെ ഒരു പ്രതിവിഷം എന്ന നിലയിലും പ്രവർത്തിക്കുന്നു. ത്വക്ക് രോഗങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്ന തുളസി ഒരു സമൂല ഔഷധമാണ്. ഇനി ഓണവിശേഷങ്ങൾ.
തിരുവോണനാളിൽ മാതൃകാപരമായ പ്രവർത്തനവുമായി യുവമോർച്ച തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റി. സംഘടനകളുടെയും മറ്റും നേതൃത്വത്തിൽ ഓണാഘോഷം പൊടിപൊടിച്ചപ്പോഴാണ് തിരുവോണനാളിൽ തൃക്കരിപ്പൂർ ടൗണിൽ ഭക്ഷണം കിട്ടാത്തവർക്ക് ഭക്ഷണം വിതരണം ചെയ്ത് യുവമോർച്ച പ്രവർത്തകർ മാതൃകയായത്. യുവമോർച്ച തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ടുന്നവർക്ക് ഓണസദ്യ വിതരണം ചെയ്തു. BJP പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഉദ്ഘാടനം നിർവഹിച്ചു. സബിനേഷ്, ശ്രീജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. കൂട്ടുകാരിക്ക് ടീവിന്റെ സുഖം ആശുപത്രി കിടന്നിട്ടൊക്കെ വന്നതാ. കാസർഗോഡ് ആശുപത്രിയിൽ 2 മാസം 2 ആഴ്ച കിടന്നു. ഇപ്പൊ വീട്ടിലുണ്ട് പട്ടണക്കാട് കോളേജിന്റെ അവിടെ. ഓണാഘോഷത്തിന്റെ ഭാഗമായി പഴയങ്ങാടിയിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ആവേശപൂർവ്വമാണ് മത്സരാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തത്. താവം ഈഗിൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണോത്സവം സംഘടിപ്പിച്ചു. താവം വായനശാല പരിസരത്ത് നടന്ന പരിപാടിയിൽ അംഗൻവാടി കുട്ടികളുടെ കലാവിരുന്ന്, വിവിധ കലാകായിക മത്സരങ്ങൾ എന്നിവ അരങ്ങേറി. ബാലസംഘം ചെങ്ങൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാകായിക മത്സരങ്ങളും, കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ക്വിസ് മത്സരവും, ദിലീപ് കുമാർ സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ മാടായിൽ ഓണോത്സവവും സംഘടിപ്പിച്ചു. അഴീക്കോടൻ സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, ജനകീയ വായനശാല കോട്ടക്കൽ എന്നിവ സംയുക്തമായി ഓണോത്സവത്തിന്റെ ഭാഗമായി പൂക്കള മത്സരവും വിവിധ കലാപരിപാടികളും നടത്തി. വയലപ്ര ആർട്സ് സെന്ററിന്റെ 37ാമത് തിരുവോണാഘോഷം വയലപ്ര LP സ്കൂളിൽ നടന്നു. തൃക്കരിപ്പൂർ തങ്കയം നവജീവൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. സമാപന സമ്മേളനത്തിൽ ഉന്നത വ്യക്തികളെയും വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. തങ്കയം നവജീവൻ വായനശാല ആൻഡ് ഗ്രന്ഥാലയം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ തങ്കയം ഓഫീസ് പരിസരത്ത് സംഘടിപ്പിച്ച ഓണാഘോഷ ഭാഗമായി നടന്ന വനിതകൾക്കുള്ള സാരി മടക്കൽ മത്സരം വേറിട്ടതായി. സംഗീതത്തൊപ്പിയിൽ പ്രായഭേദമന്യേ നിരവധി പേർ പങ്കെടുത്തതോടെ വീറും വാശിയും കൂടി. തുടർന്ന് പയ്യന്നൂർ മഹാദേവ ദേശായി സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ നടന്ന വനിതകളുടെ ചരടുകുത്തിക്കൊൽക്കളി സ്ത്രീ ശാക്തീകരണത്തിന്റെ മുഖമുദ്രയായി. പ്രഭാകരൻ ഗുരുക്കളുടെ ശിക്ഷണത്തിൽ അഭ്യസിച്ച പയ്യന്നൂർ കോൽക്കളി നയനമനോഹരമായി. തുടർന്ന് ക്ലബ്ബ് പ്രസിഡന്റ് K. തമ്പാന്റെ അധ്യക്ഷതയിൽ നടന്ന സമാപന സമ്മേളനത്തിൽ തൃക്കരിപ്പൂരിന്റെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യങ്ങളായ PP കുഞ്ഞിരാമൻ മാസ്റ്റർ, K. ഭാസ്കരൻ മാസ്റ്റർ, കോൽക്കളി ആചാര്യൻ പ്രഭാകരൻ തരങ്കണി എന്നിവരെ ആദരിച്ചു. തുടർന്ന് കന്നഡ ഭാഷാ പഠനത്തിൽ 1ാം റാങ്ക് നേടിയ ശ്രീനിവാസൻ മാസ്റ്റർ, മികച്ച ആശാവർക്കർക്കുള്ള അവാർഡ് നേടിയ KK കേരളി, സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ A ഗ്രേഡ് നേടിയ ദർശന മോഹൻ, ആദിത്യ സുരേഷ്, അഖില ശശിധരൻ തുടങ്ങിയവരെയും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും അനുമോദിച്ചു. PP K. പൊതുവാൾ, KV വിജയൻ, M. മാലതി, E. ജയചന്ദ്രൻ, ഗിരിജയ KP, രജീഷ് V, ഷൈജു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കനലാടി ഡോക്യുമെന്ററി പ്രദർശനവും നടന്നു. നവജീവൻ കലാകാരന്മാർ അണിയിച്ചൊരുക്കിയ ശ്രാവണ സന്ധ്യ സംഗീത പരിപാടിയും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഓണാഘോഷത്തിന്റെ ഭാഗമായി മുനേൻകുന്ന് സൗഹൃദ പുരുഷ സ്വയം സഹായ സംഘം കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു. പുരുഷന്മാർക്കും വനിതകൾക്കുമുള്ള വടംവലി മത്സരമായിരുന്നു പ്രധാന ഇനം. വിജയികൾക്കുള്ള സമ്മാനദാനം ഈസ്റ്റലേരി പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ വിതരണം ചെയ്തു. തുടർന്ന് ഓണസദ്യയും നടന്നു. KSU പയ്യന്നൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ സായി പ്രേമകുടീരം വൃദ്ധസദനത്തിൽ വെച്ച് ഓണാഘോഷം നടത്തി. DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. KSU പയ്യന്നൂർ കോളേജ് യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃക്കരിപ്പൂർ സായി പ്രേമകുടീരം വൃദ്ധസദനത്തിൽ വെച്ച് ഓണാഘോഷം നടത്തി. അന്തേവാസികൾക്ക് ഓണക്കോടിയും ഭക്ഷണ സാധനങ്ങളും വിതരണം ചെയ്തു. DCC വൈസ് പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ അമ്മമാർക്ക് ഇന്ന് ഓണക്കോടിയും ഈ അരിയും ഇവിടെ നൽകപ്പെട്ടിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി ഓണം ആശംസിക്കുമ്പോൾ ഈ ഓണാഘോഷം മതസാഹോദര്യത്തിൻ്റെ ഒരു മെസ്സേജായി മാറട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. യൂണിറ്റ് പ്രസിഡന്റ് അക്ഷയ് കുമാർ അധ്യക്ഷത വഹിച്ചു. ആനന്ദകൃഷ്ണൻ, P. നവനീത് ചന്ദ്രൻ, ഷാഫി പയ്യന്നൂർ, അഖിലേഷ്, പ്രിയദർശനൻ മനിയേരി, നവനീത നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഏമ്പേറ്റ് അനശ്വര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓണം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. എംബേറ്റ് അനശ്വര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഓണാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. എംബേറ്റ് സാംസ്കാരിക നിലയത്തിന് സമീപം നടന്ന ചടങ്ങ്
BPJS MBT യൂണിറ്റ് പ്രസിഡന്റ് ഇ പങ്കജാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ഓണാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കായിക മത്സരങ്ങളും അരങ്ങേറി. വൈകിട്ട് നടന്ന സമാപന സമ്മേളനത്തിൽ ഡോക്ടർ ഇ ബാലകൃഷ്ണനെ ആദരിച്ചു. തുടർന്ന് ഓണവില്ല് കരോക്കെ ഗാനമേളയും അരങ്ങേറി. ഓണാഘോഷത്തിന്റെ ഭാഗമായി തവളക്കുണ്ട് സാംസ്കാരിക നിലയം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി നിരവധി മത്സരങ്ങളാണ് നടന്നത്. ക്വിസ് മത്സരം, ചെസ് മത്സരം, സ്പൂൺ റേസ് തുടങ്ങി വിവിധ മത്സരങ്ങൾ നടന്നു. കുണ്ടയംകൂവൽ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് വീടുകളിൽ നടത്തിയ പൂക്കള മത്സരത്തിൽ ഒന്നാം സ്ഥാനം കുണ്ടയംകൂവൽ വലിയ ചാലിൽ ചേണിച്ചേരി വീട്ടിലെ രാമചന്ദ്രൻ മാസ്റ്റർ കുന്നോത്തിന് ലഭിച്ചു. കയ്യൂർ വില്ലേജ് ഓഫീസിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി ജീവനക്കാർ പൂക്കളമൊരുക്കി. തുടർന്ന് ഓണസദ്യയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. തഹസിൽദാർ YMC സുകുമാരൻ, ദാമോദരൻ, കൃഷ്ണൻ തുടങ്ങിയവർ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്തു. വില്ലേജ് ഓഫീസ് ജീവനക്കാർ നേതൃത്വം നൽകി. ഇനി മാറ്റൊലി. കേരളത്തിൽ വീണ്ടും കൊലപാതക രാഷ്ട്രീയം വർദ്ധിക്കുകയാണോ? പ്രതികരണങ്ങളിലേക്ക്. വിശാലമായൊരു സാമൂഹ്യ വീക്ഷണം നിലനിൽക്കേണ്ട കാലഘട്ടത്തിലൂടെ കടന്നു പോകേണ്ട നമ്മൾ സങ്കുചിതമായ ചില കാഴ്ചപ്പാടുകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞുകൊണ്ട് മനുഷ്യരെ വേർതിരിക്കുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ കടന്നു പോകുന്നതിൻ്റെ ദുരന്തമാണ് പലപ്പോഴും ഇന്ന് സംഘടനകളും കൊലപാതകങ്ങളൊക്കെ നടക്കുന്നത്. ഈ ഓണനാളിൻ്റെ സന്ദേശം മനുഷ്യഹൃദയങ്ങളിൽ എത്തിക്കുകയും നഷ്ടപ്പെട്ടു പോയൊരു കാലത്തിൻ്റെ പ്രൗഢമായ ആശയങ്ങൾ സബലീകരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ഈ ഓണനാളിൽ നിന്ന് തുടങ്ങേണ്ടതുണ്ട്. അല്ല എന്ന് വരിൽ ഇന്ന് വിദ്യാർത്ഥി രംഗത്ത് പോലും സങ്കുചിതമായ രാഷ്ട്രീയ ആക്രമണങ്ങളും അരാഷ്ട്രീയവാദത്തിൻ്റെ ഭാഗമായിട്ടുള്ള കൊലപാതകങ്ങളൊക്കെ നടക്കുന്ന ഈ സന്ദർഭത്തിൽ അതിനെ മാറ്റിമറിക്കാൻ സാമൂഹ്യമായ കെട്ടുറപ്പോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ ഉപയുക്തമാകൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നിച്ച് കളിക്കണമെന്നും എല്ലാവരും സമന്മാരായി കാണണമെന്നും രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ഉപകാരം ചെയ്യുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനം. പലതരത്തിലും രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ കേരളത്തിലുണ്ട്. അതുകൊണ്ട് വ്യക്തിപരമായിട്ടോ മറ്റ് സമുദായങ്ങളായിട്ടോ മറ്റു തരത്തിലായിട്ടോ തമ്മിൽ കലമ്പി അല്ലെങ്കിൽ ബഹളം വെച്ച് അടിപിടി കൂടി ഇതൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഭൂഷണമല്ല എന്ന് കരുതുന്ന ഒരു വ്യക്തി ആണ് ഞാൻ. തീർച്ചയായിട്ടും എല്ലാവരും ജനങ്ങളെല്ലാം സഹോദരന്മാരെന്ന നിലയിൽ എല്ലാവരും പ്രവർത്തിച്ച് നാട്ടിൽ നല്ല കാര്യങ്ങൾ നടത്തുക എന്നല്ലാതെ തമ്മിൽ തല്ലും പിടിയും കൂടി ബഹളം വെച്ച് അടിപിടി കൂടി ഒരു കൊലപാതകത്തെ രാഷ്ട്രീയത്തിലേക്കൊന്നും തീരെ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഞാൻ. ഇത്തരം ഒരു കൊലപാതകം എന്ന് പറഞ്ഞത് ഏറ്റവും കൂടുതൽ അപലീനീയവും മാത്രമല്ല സങ്കടകരവുമാണ്. ഏത് പ്രത്യാശാസ്ത്രമാണ് ഇതിന് പിന്നിലെങ്കിൽ പോലും ഇത് കേരളീയ സമൂഹം എതിർക്കുകയും ഒറ്റക്കെട്ടായിക്കൊണ്ട് ഇത്തരം സംഭവങ്ങളെ ഒറ്റക്കെട്ടായി എതിർക്കുകയും ചെയ്യേണ്ടതാണ്. മാത്രമല്ല അതിനോടനുബന്ധിച്ചുണ്ടായുള്ള അക്രമങ്ങളും പിന്നീട് ഈ തിരുവോണത്തിന് ശേഷം ജനങ്ങൾ എവിടേക്കൊക്കെ പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന സമയത്ത് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായി നിഷേധിച്ച് ഇരുചക്ര വാഹനങ്ങളെ പോലും കടത്തിവിടാത്ത രീതിയിലുള്ള ഹർത്താലുകളും ഇതും കേരളീയ സമൂഹം അംഗീകരിക്കാത്ത ഒരു കാര്യമാണ്. ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പൊതുജനങ്ങളും ഇതിനെതിരെ പ്രതികരിക്കുകയും ഇനി മേലിൽ ഇത്തരം ഒരു സംഭവം കേരളത്തിൽ ആവർത്തിക്കാത്ത രീതിയിൽ ഇത് ഇല്ലാതാക്കുകയും ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി അറിയിപ്പുകൾ. കാസർഗോഡ് ജില്ലാതല അക്യൂസ് അസോസിയേഷൻ രൂപീകരണ യോഗം ഒളവറ സംസ്കാരിയുടെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 30 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഒളവറ വികസന കേന്ദ്രത്തിൽ വെച്ച് നടത്തുന്നു. വിശദവിവരങ്ങൾക്ക് 9400850615 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പയ്യന്നൂർ ശ്രീ ക്ഷേത്രം പുന്നൽക്കുഴം ചടങ്ങ് ഓഗസ്റ്റ് 30 ഞായറാഴ്ച രാവിലെ 10:30 11 ഇടയിൽ നടക്കും. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സത്സംഗവേദിയുടെ ആഭിമുഖ്യത്തിലുള്ള പ്രതിമാസ പരിപാടി ആധ്യാത്മിക പ്രഭാഷണം ഓഗസ്റ്റ് 30 ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് നടക്കും. കേരള സ്റ്റേറ്റ് അടിയോടി സമാജം സർവീസ് ആൻഡ് വെൽഫെയർ ട്രസ്റ്റ് 8ാം വാർഷികവും ജനറൽ ബോഡി യോഗവും കുടുംബസംഗമവും ഓഗസ്റ്റ് 30 ഞായറാഴ്ച രാവിലെ 9:30 പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് സമീപം ഷൺമുഖ ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുന്നു. ശ്രീനാരായണ ഗുരുദേവന്റെ 161ാം ജയന്തി ആഘോഷം SNDP യോഗം പയ്യന്നൂർ ശാഖാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 30 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ കേളോത്ത് സെൻട്രൽ UP സ്കൂൾ പരിസരത്ത് വെച്ച് നടത്തപ്പെടുന്നു. പുരോഗമന കലാസാഹിത്യ സംഘം തൃക്കരിപ്പൂർ ഏരിയയുടെ ആഭിമുഖ്യത്തിൽ പിലിക്കോടിന്റെ ചരിത്രവും വർത്തമാനവും പുസ്തക പ്രകാശനം ഓഗസ്റ്റ് 30 ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് കാലിക്കടവ് ശ്രീകൃഷ്ണൻ നായർ മന്ദിരത്തിൽ വെച്ച് നടത്തപ്പെടുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
CPM പ്രവർത്തകന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് CPIM കാസർഗോഡ് ജില്ലയിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. പെരുമ്പയിൽ നടന്ന പൊതുദർശനത്തിൽ നിരവധി പേർ അന്ത്യോപചാരം അർപ്പിച്ചു. പൊട്ടിപ്പൊളിഞ്ഞ് കാങ്കോൽ ചീമേനി റോഡ്. അറ്റകുറ്റപ്പണിക്ക് പോലും തയ്യാറാകാത്ത അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധം ശക്തം. അയ്യങ്കാളിയുടെ 153ാം ജന്മദിനാഘോഷം മാടായി മണ്ഡലം ദളിത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളോടെ നടന്നു. കല്ലിടിൽ കുഞ്ഞിരാമ പൊതുവാൾ മെമ്മോറിയൽ ഉത്തരമേഖല ദ്വിദിന ഓപ്പൺ ചെസ് മത്സരത്തിന് പയ്യന്നൂരിൽ തുടക്കമായി. തൃക്കരിപ്പൂർ നടക്കാവ് സായി പ്രേമകുടീരത്തിലേക്കുള്ള വഴിയുടെ പ്രശ്നത്തിൽ പരിഹാരം കാണുന്നതിനായി വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് കാസർകോട് DCC വൈസ് പ്രസിഡന്റ് PK ഫൈസൽ. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.